അല്ല, ഞാനിവിടെ വന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടല്ല. ഞാൻ എൻ്റെ സാമൂഹിക പ്രവർത്തനം, എൻ്റെ ഫൗണ്ടേഷൻ്റെ വർക്കുമായിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഇവർക്ക് വേണ്ടി സമരം ചെയ്തിട്ടുള്ള ആളാണ്. കഴിഞ്ഞ വർഷം ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഇവരെല്ലാം സമരത്തിന് വന്നപ്പോൾ ഞാനന്ന് സമരം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രീ PT ജോണാണ് ഇവരുടെ അവസ്ഥ എന്നെ അന്നും അറിയിച്ചത്, ഇന്നും അറിയിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാനൊരു സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന് അവരിങ്ങനെ ദുരിതത്തിൽ കഴിയുന്നു പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട MLAയുടെ ഉൾപ്പെടെ ഉള്ള പരിശ്രമങ്ങളോട് ചേർത്ത് വെക്കുവാൻ ഞാനിവിടെ വന്ന് ചെറിയൊരു എളിയ ശ്രമം നടത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ ഇവരുടെ പ്രശ്നം പരിഹരിക്കും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ജനങ്ങളുടെ പ്രശ്നം അറിയുന്ന നേതാവാണ് ശ്രീ VD സതീശൻ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദിവാസികൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്ന നേതാവുണ്ട്. ആ നേതാവിൻ്റെ പേരാണ് രാഹുൽ ഗാന്ധി. 1.5 കോടി മരങ്ങൾ നശിപ്പിക്കാതിരിക്കാൻ ആൻഡമാനിൽ പോയി ഒരു സമരം, സമരത്തിന് രൂപം പലതരത്തിലാവാം, ആ സമരം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പം അങ്ങനെയുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തും, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. 4.5 വർഷക്കാലമായി ഇവർ സമരത്തിലാണ്. ഇവരുടെ സമരം നാടിൻ്റെ സമരമാണ്, നാടിൻ്റെ പ്രശ്നമാണ്. ഇവിടുത്തെ സാധാരണക്കാരനും ഇവിടെ ആദിവാസിക്കും നീതി കിട്ടില്ല, പിന്നെ ആർക്കാ നീതി കിട്ടുക? അപ്പം അതുകൊണ്ട് ഈ കോടതി ഉത്തരവ് 2002 ഉള്ള ഉത്തരവാണ്. ഇതിവിടെ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 13 വർഷമായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു ഉത്തരവ് നിലനിന്നിട്ടും ഇവർക്ക് നീതി കിട്ടുന്നില്ലെങ്കിൽ എന്തെങ്കിലും നീതി ലഭിച്ചേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി നമ്മളെല്ലാം മുന്നിട്ട് ഇറങ്ങുകയാണ്. ഈ സംവരണം, നമ്മൾ ഈ പട്ടികജാതി സംവരണത്തെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ പട്ടികജാതി വിഭാഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അധികം സംവരണം പോകുന്നത് ഈ കുറിച്ച വിഭാഗങ്ങൾക്കാണെന്നുള്ളൊരു പൊതുവേ പരക്കെ ഒരു പരാതിയുണ്ട്. അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള ഇപ്പോൾ കാട്ടുനായ്ക്ക, പണിയ, വെട്ടിക്കുറുമ ഈ ഉന്നതികളിലുള്ളവർക്കൊന്നും സംവരണങ്ങളൊന്നും അത്രയും കിട്ടുന്നില്ല. കുറിച്ച സമുദായത്തിനാണ് കൂടുതൽ സംവരണം കിട്ടുന്നത്. അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിരുന്നു. ഈ താഴേക്കിടയിലുള്ള ഈ കാട്ടുനായ്ക്ക ഉന്നതി തീർച്ചയായിട്ടും UDF സർക്കാർ അങ്ങനെ എല്ലാവരെയും പരിഗണിച്ച് മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. ഞാൻ തീർച്ചയായിട്ടും തുളസി ടീച്ചറിൻ്റെ മുന്നിലേക്ക് ഈ പ്രശ്നം ഞാൻ വെക്കുന്നതായിരിക്കും. യാതൊരു സംശയവുമില്ല. UDF സർക്കാർ, VD സതീശൻ സർക്കാർ അത് പരിഹരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.